സക്കറിയ അദ്ധ്യായം 1. അനുതാപത്തിന് ആഹ്വാനം. ദാരിയൂസിന്റെ 2-ാം ഭരണവർഷം 8-ാം മാസം ഇദ്ദോയുടെ പുത്രനായ ബെരേക്കിയായുടെ പുത്രൻ സക്കറിയ പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യധികം കോപിച്ചിരുന്നു. അതുകൊണ്ട് നീ അവരോട് പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ. അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെയാകരുത്, ദുർമാർഗങ്ങളും വ്യാജപ്രവർത്തികളും വിട്ടുതിരിയുക എന്ന് പണ്ട് പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചെങ്കിലും അവർ അനുസരിക്കുകയോ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ അവർ എവിടെ? പ്രവാചകന്മാർ അവർ എക്കാലവും ജീവിച്ചിരിക്കുമോ? എങ്കിലും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ ഞാൻ നൽകിയ സന്ദേശവും കൽപ്പനകളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയില്ലയോ? അപ്പോൾ അവർ അനുതപിച്ച് സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ പെരുമാറ്റത്തിനും പ്രവൃത്തികൾക്കും അനുസൃതമായി ചെയ്യാൻ ഉറച്ചതുപോലെ തങ്ങളോട് ചെയ്തു എന്ന് അവർ മനസ്സിലാക്കി. ദർശനങ്ങൾ. കുതിരകൾ. ദാരിയൂസിൻ്റെ 2-ാം ഭരണവർഷം 11-ാം മാസം ഷേബാത്ത് മാസം 24-ാം ദിവസം ഇദ്ദോയുടെ പുത്രനായ ബെരേക്കിയയുടെ പുത്രൻ സക്കറിയ പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. സക്കറിയ പറഞ്ഞു, ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവനെ ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടു. അവൻ ഒരു മലയിടുക്കിൽ കൊഴുന്തു ചെടികളുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു. പിന്നിൽ ചുവപ്പും തവിട്ടും വെളുപ്പും നിറമുള്ള കുതിരകളുമുണ്ടായിരുന്നു. പ്രഭോ, എന്താണിത്? ഞാൻ ചോദിച്ചു. എന്നോട് സംസാരിച്ച ദൈവദൂതൻ പറഞ്ഞു, അത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം. കൊഴുന്തു ചെടികൾക്കിടയിൽ നിന്നവൻ മറുപടി പറഞ്ഞു, ഭൂമി നിരീക്ഷിക്കാൻ കർത്താവ് അയച്ചിരിക്കുന്നവരാണ് ഇവർ. കൊഴുന്തു ചെടികൾക്കിടയിൽ നിന്നിരുന്ന ദൈവദൂതനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിലെങ്ങും നടന്നു നോക്കി, എല്ലാം ശാന്തം. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവെ, എത്ര കാലം അവിടത്തേക്ക് ജെറുസലേമിനോടും യൂദാ നഗരങ്ങളോടും കരുണ തോന്നാതിരിക്കും? 70 വർഷം അങ്ങവരോട് രോഷം കാട്ടിയല്ലോ. എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവും ആശ്വാസദായകവുമായ മറുപടി പറഞ്ഞു. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, വിളിച്ചു പറയുക, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ജെറുസലേമിനെയും സിയോനെയും പ്രതി ഞാൻ അത്യധികം അസഹിഷ്ണുവായിരിക്കുന്നു. സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അലിവ് തോന്നി ജെറുസലേമിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എൻ്റെ ആലയം പണിയും, ജെറുസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, വീണ്ടും വിളിച്ചു പറയുക, എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും, ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. കൊമ്പുകൾ. ഞാൻ കണ്ണുയർത്തി നോക്കി, അതാ 4 കൊമ്പുകൾ. എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതനോട്, പ്രഭോ, ഇവയുടെ അർത്ഥമെന്തെന്ന് ഞാൻ ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞു, യൂദായെയും ഇസ്രായേലിനെയും ജെറുസലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാണ് ഇവ. പിന്നീട് കർത്താവ് 4 ലോഹപ്പണിക്കാരെ എനിക്ക് കാണിച്ചു തന്നു. അവർ എന്തു ചെയ്യാൻ പോകുന്നു? ഞാൻ ചോദിച്ചു. അവിടുന്ന് മറുപടി പറഞ്ഞു, യൂദായെ, ആരും തല ഉയർത്താത്ത വിധം ചിതറിച്ച കൊമ്പുകളാണിവ. ഇവർ വന്നത് അവരെ ഭയപ്പെടുത്താനും യൂദാദേശത്തിനെതിരെ കൊമ്പുയർത്തി അവരെ ചിതറിച്ച ജനതകളുടെ കൊമ്പ് മുറിച്ചു കളയാനും വേണ്ടിയാണ്. സക്കറിയ അദ്ധ്യായം 2. അളവ് ചരട്. ഞാൻ കണ്ണുയർത്തി നോക്കി, അതാ കയ്യിൽ അളവ് ചരടുമായി ഒരുവൻ. നീ എവിടെ പോകുന്നു? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ജെറുസലേമിനെ അളന്ന് അതിൻ്റെ നീളവും വീതിയും എത്രയെന്ന് നോക്കാൻ പോകുന്നു. എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതൻ മുന്നോട്ട് വന്നു. അവനെ സ്വീകരിക്കാൻ മറ്റൊരു ദൂതനും വന്നു. അവൻ പറഞ്ഞു, ഓടിച്ചെന്ന് ആ യുവാവിനോട് പറയുക, ജെറുസലേം മനുഷ്യരും മൃഗങ്ങളും പെരുകി കോട്ടയില്ലാതെ ഗ്രാമപ്രദേശങ്ങൾ പോലെ കിടക്കും. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, വടക്കേ ദേശം വിട്ടോടുവേൻ,
ആകാശത്തിലെ 4 കാറ്റുകൾ പോലെ ഞാൻ നിങ്ങളെ അന്യദേശങ്ങളിൽ ചിതറിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോൺ പുത്രിയോടൊത്ത് വസിക്കുന്ന നിങ്ങൾ സിയോനിലേക്ക് രക്ഷപ്പെടുക. നിങ്ങളെ കവർച്ച ചെയ്ത ജനതകളുടെ അടുത്തേക്ക് അവിടുത്തെ മഹത്വം എന്നെ അയച്ചു. നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്. സൈന്യങ്ങളുടെ കർത്താവായ അവിടുന്ന് അരുളി ചെയ്യുന്നു. ഞാൻ അവരുടെ മേൽ കൈ ഓങ്ങും. അവരെ സേവിച്ചവർക്ക് അവർ കൊള്ള മുതലാകും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങളറിയും. സിയോൻ പുത്രി, പാടിയുല്ലസിക്കുക. ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും. അവർ എൻ്റെ ജനമാകും. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങളറിയും. അപ്പോൾ കർത്താവ് വിശുദ്ധ ദേശത്ത് തൻ്റെ ഓഹരിയായി യൂദായെ സ്വന്തമാക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. മർത്യരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. സക്കറിയ അധ്യായം 3. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലേ ഇവൻ. ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. തൻ്റെ മുൻപിൽ നിന്നവരോട് ദൂതൻ പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷുവയോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. അവൻ തുടർന്നു, അവനെ നിർമ്മലമായ ശിരോവസ്ത്രമണിയിക്കുക. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രമണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ദൈവദൂതൻ ജോഷുവയോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എൻ്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിനുള്ള അവകാശവും ഞാൻ നിനക്ക് നൽകും. പ്രധാന പുരോഹിതനായ ജോഷുവയും അവൻ്റെ മുൻപിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായ അവൻ്റെ സ്നേഹിതരും കേൾക്കട്ടെ. എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. ജോഷുവയുടെ മുൻപിൽ വച്ചിരിക്കുന്ന കല്ലിൽ, 7 മുഖമുള്ള ഒറ്റക്കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും അത്തിവൃക്ഷതണലിലേക്കും ക്ഷണിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. സക്കറിയ അധ്യായം 4. വിളക്ക് തണ്ട്. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർത്തി ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിൻ്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും, ഓരോന്നിനു മുകളിൽ 7 ദളങ്ങൾ. കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭോ, എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭോ, ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബേലിനോട് അരുളി ചെയ്യുന്നു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മഹാപർവ്വതമേ, നീ എന്താണ് സെറുബാബേലിൻ്റെ മുൻപിൽ നീ സമതലമാകും. അവസാനത്തെ കല്ല് വെച്ച് കഴിയുമ്പോൾ ജനം എത്ര മനോഹരമെന്ന് ആർപ്പ് വിളിക്കും. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, സെറുബാബേലിൻ്റെ കരം ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവനിത് പൂർത്തിയാക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് അപ്പോൾ നീ അറിയും. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ നിസ്സാരമാക്കിയവർ ആഹ്ലാദിക്കും. സെറുബാബേലിൻ്റെ കയ്യിലെ തൂക്കുകട്ട അവർ കാണും. ഈ 7 എണ്ണം ഭൂമി മുഴുവൻ പരിശോധിക്കുന്ന കർത്താവിൻ്റെ 7 കണ്ണുകളാണ്. ഞാൻ അവനോട് ചോദിച്ചു, വിളക്കു തണ്ടിന് ഇടത്തും വലത്തുമുള്ള 2 ഒലിവ് മരങ്ങൾ എന്താണ്? ഞാൻ വീണ്ടും ചോദിച്ചു, എണ്ണ പകരുന്ന പൊൻകുഴലിൻ്റെ സമീപമുള്ള ഒലിവ് ശാഖകൾ എന്താണ്? അവൻ പറഞ്ഞു, ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭോ, ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഭൂമി മുഴുവൻ്റെയും
കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന 2 അഭിഷിക്തരാണ് അത്.